ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിൽ ഇപ്പോഴും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ 3 പേരാണ്. ഈ 3 പേര് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർ. ബാക്കിയുള്ളവരെല്ലാം വേസ്റ്റ്. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ പറയാൻ പോകുന്ന പേര് 3-ാം സ്ഥാനത്ത് അനുമോൾ അനുക്കുട്ടിയാണ്. സ്റ്റാർ മാജിക്കിലൂടെ നിരവധി സീരിയലിലൂടെ മലയാളികൾക്ക് പരിചിതമായ അനുമോൾ അനുക്കുട്ടി. അനുമോൾ അനുക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് അവിടെ നല്ല ഫാൻസാണ്. പിന്നെ നന്നായി ഗെയിം കളിക്കുന്നത്. അത്യാവശ്യം ആദ്യമൊക്കെ കരച്ചിലാന്നൊക്കെ പറഞ്ഞ് ഷിയാസ് വന്നൊരു ചെറിയ പാവയൊക്കെ എടുത്ത് കളഞ്ഞപ്പം അനുമോള് കുറച്ച് ഇതായിപ്പോയി. എന്നാലും പുള്ളിക്കാരി അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നന്നായി ഗെയിം കളിക്കുന്നുണ്ട്. പുറത്ത് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും അല്ല ഞാൻ പറയുന്നത്, നന്നായി അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ 2-ാം സ്ഥാനം ഷാനവാസാണ്. ഷാനവാസും നന്നായി ഗെയിം കളിക്കുന്നുണ്ട്. ഈ ഒരു ഇതിൽ എങ്ങനെ ഗെയിം കളിക്കുന്നു ഷാനവാസ് നന്നായി അറിയുകയും ചെയ്യും. അനുമോൾ അനുക്കുട്ടിയെ പോലെ നിരവധി കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഷാനവാസ്. നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം, നല്ല കണ്ടന്റ് ക്രിയേറ്ററാണ്, നന്നായി ഗെയിം കളിക്കുന്നത്. ചില വായിന്ന് വരുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹം കപ്പടിക്കാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയാണ്. 1-ാം സ്ഥാനം ഞാൻ കൊടുക്കുന്ന അനീഷാണ്. കോമണറായി വന്ന് മലയാളികളുടെ മനസ്സിലേക്ക് ഇടം നേടിയ വ്യക്തിയാണ്. ആദ്യകാലങ്ങളിൽ അനീഷിനെ ആർക്കും ഇഷ്ടമില്ല. ഇപ്പോൾ ആളുകളെല്ലാം അനീഷിനെ ഇഷ്ടപ്പെടുന്നു. എന്നാലും അനീഷിൻ്റെ ചില സമയത്തെ പിടിവാശി, ഓവറായിട്ടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റവും ഒക്കെ ഇപ്പോഴും ആളുകൾക്ക് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഒരു ഇതിൽ അനീഷ് കുറച്ച് ഒതുങ്ങിയതാണ്. എന്നിരുന്നാലും വീട്ടുകാർ വന്നതോടുകൂടി അനീഷിന് കുറച്ച് മാറ്റങ്ങൾ വന്നു. കുറച്ച് വീണ്ടും പഴയ അവസ്ഥ വെറുപ്പീര് അനീഷായിട്ട്. എന്നിരുന്നാലും പുള്ളി നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 3 പേരെ ചുറ്റിപ്പറ്റിയാണ് ബിഗ് ബോസ് കണ്ടന്റ് ക്രിയേറ്റ് വരുന്നത്. അല്ലെങ്കിൽ അവിടെ ഇതുവരെ ഒരു കണ്ടന്റും ഇല്ല. ഈ 3 പേരില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 3 പേരാണ് ഏറ്റവും നന്നായി ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളും അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന മത്സരാർത്ഥികളും ഈ 3 പേരാണ്. ഈ 3 പേരെ ആശ്രയിച്ചാണ് ഇപ്പോൾ ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത്. ഈ 3 പേരില്ലെങ്കിൽ ബിഗ് ബോസ് വെറുതെയാണ്. കപ്പ് ലാലേട്ടർ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാക്കിയ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.